കേരളത്തിലാകെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് അഭി പോയത്. എന്തായാലും അഭിമന്യു പഠിച്ച മഹാരാജാസ് കോളേജിന് മുന്നിൽ നിന്ന് കീർത്തി മോഹൻ ചേരുന്നുണ്ട്. കീർത്തി, മഹാരാജാസിലേക്ക് എത്തുമ്പോൾ അഭിയുടെ ഓർമ്മകളില്ലാതെ ഒരിക്കലും ഒരു SFIക്കാരൻ അവിടെ നിന്ന് മടങ്ങാൻ സാധിക്കില്ല. അവൻ നവാഗതർക്ക് വേണ്ടി എഴുതിയ വർഗീയത തുലയട്ടെ എന്ന ചുമർ ഇപ്പോഴും അവിടെയുണ്ട്. എന്താണോ വർഗീയവാദികൾ ആഗ്രഹിച്ചത് അതിനപ്പുറത്തേക്ക് ഇന്നും ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആ ക്യാമ്പസും അഭിമന്യുവും അവിടെ തന്നെയുണ്ട്. കീർത്തി. തീർച്ചയായും അഞ്ജന, ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാരാജാസ് കോളേജിലാണ്. അഭിമന്യു പഠിച്ച കോളേജിൽ അഭിമന്യു ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുസ്ലിം വിരുദ്ധ സംഘടനയായ SDP പോപ്പുലർ ഫ്രണ്ട് ക്രിമിനലുകൾ വിദ്യാർത്ഥിയെ അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. നവാഗതരെ സ്വാഗതം ചെയ്യാനായി പോസ്റ്ററുകൾ എഴുതുന്ന സമയത്താണ് അർദ്ധരാത്രി കഴിഞ്ഞ 2018 ജൂലൈയിൽ ഇതേ ദിവസം അർദ്ധരാത്രി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത്. വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം അതാണ് ആ ഒരു ദിവസത്തിന് ശേഷം ക്യാമ്പസ് ആകെ തന്നെ മുഴങ്ങി കേൾക്കുന്നത്. ഇവിടെ എന്ത് പരിപാടി വന്നാലും ഈ ഒരു രക്തസാക്ഷി ദിനത്തിലായാൽ പോലും ഈ വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യമാണ് SFI പ്രവർത്തകർ എന്നും മുദ്രാവാക്യം വിളിക്കുന്നത്. ഇവിടെ ഈ ഒരു ക്യാമ്പസിൽ എത്തിച്ചേരുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, SFI വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഓരോ വിദ്യാർത്ഥികളും ഇവിടെ കാണുന്നത് എങ്ങും അഭിമന്യുവിൻ്റെ മുഖമാണ്. അഭിമന്യുവിൻ്റെ ഓർമ്മകളാണ് ഇവിടുത്തെ SFI വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ തന്നെ പങ്കുവയ്ക്കാനുള്ളത്. ഇപ്പോൾ ഈ കോളേജിൽ ഇന്ന് അനുസ്മരണ ദിനമായി വിവിധ അനുസ്മരണ പരിപാടികൾ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനു മുൻപ് ഈ ദൃശ്യങ്ങൾ ഇതൊക്കെ മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ ശേഷം ഇവിടുത്തെ SFI വിദ്യാർത്ഥികൾ അഭിമന്യുവിനെ ഏതൊക്കെ തരത്തിൽ അഭിമന്യുവിൻ്റെ ഓർമ്മകൾ ഈ ക്യാമ്പസിൽ നിറയ്ക്കാവോ അത്തരത്തിലാണ് ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി അർദ്ധരാത്രി ഇവിടെ അതിരാവിലെ തന്നെ ഇരുളിനെ പിളർത്തി 1000 ദീപങ്ങൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ തെളിച്ചു. തുടർന്ന് നടന്ന വർഗീയ വിരുദ്ധ സദസ്സിൽ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോവ്, സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ, DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത്, SFI ജില്ലാ സെക്രട്ടറി അർജുൻ ബാബു, പ്രസിഡന്റ് പ്രജിത് K ബാബു എന്നിവർ സംസാരിച്ചു. ഇന്നും അനുസ്മരണ ദിനമായ ഇന്നും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വർഗീയതയ്ക്കും മതതീവ്രവാദത്തിനുമെതിരെ മഹാരാജാസ് കോളേജിന്റെ മതിലിൽ അഭിമന്യു കുറിച്ച വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം അതിന് തൊട്ടടുത്ത് തന്നെ സംസ്ഥാന പ്രസിഡന്റ് PM ആർഷോ വർഗീയത തുലയട്ടെ എന്ന ചുവരിൽ എഴുതുകയാണ് ഉണ്ടായത്. നിരവധി വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ രാത്രിയിൽ ചേർന്ന അനുസ്മരണ പരിപാടിയിൽ, മുദ്രാവാക്യ പരിപാടിയിലൊക്കെ തന്നെ പങ്കെടുത്തത്. ഇന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിയിലും നിരവധി വിദ്യാർത്ഥികൾ ഒത്തുചേരുമെന്നാണ് കരുതുന്നത്. ഇന്നലെ രാത്രി 11:30 കോളേജിൽ സെൻട്രൽ സ്ക്വയറിൽ അഭിമന്യുവിനെ കുറിച്ച് SFI തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുകയുണ്ടായത്. അഭിമന്യു കുത്തേറ്റു വീണ ഈ കോളേജിന്റെ പിന്നിലെ റോഡ് സ്മരണ പരിപാടിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 കണക്കിന് വിദ്യാർത്ഥികളായിരുന്നു പങ്കെടുത്തിരുന്നത്. ഇന്നത്തെ പരിപാടിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഏരിയ ലോക്കൽ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തലുണ്ട്. തുടർന്ന് 12 മണിക്ക് SFI ജില്ലാ കമ്മിറ്റി ഈ കോളേജിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട്. CPM ജില്ലാ സെക്രട്ടറി CN മോഹനനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി തന്നെ മറൈൻ ഡ്രൈവിൽ ഹെലിപാഡ് ഗ്രൗണ്ടിൽ നിന്ന് കോളേജിലേക്ക് വിദ്യാർത്ഥികൾ റാലി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ കോളേജിലാകെ തന്നെ ഈ ഒരു അഭിമന്യുവിൻ്റെ രക്തസാക്ഷി ദിനം ആചരിക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾ കുറച്ചധികം ദിവസങ്ങളായി തന്നെ നടത്തിവരികയാണ്. ഏതൊക്കെ തരത്തിൽ അഭിമന്യുവിനെ ഓർക്കാവോ, തൻ്റെ പ്രിയപ്പെട്ട സഖാവിനെ ഓർക്കാവോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചടങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഈ ഒരു സമയമായതുകൊണ്ടാണ് വിദ്യാർത്ഥികളാരും തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ രാത്രിയിൽ നിരവധി വിദ്യാർത്ഥികളാണ് SFI പ്രവർത്തകർ മാത്രമല്ല മറ്റ് നിരവധി വിദ്യാർത്ഥികളുടെ അഭിമന്യുവിൻ്റെ ഓർമ്മകൾ, അഭിമന്യുവിൻ്റെ ഈ കോളേജിൽ പഠിച്ച തൻ്റെ ഓർമ്മകളൊക്കെയുള്ള മറ്റ് പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇവിടെ കഴിഞ്ഞ രാത്രിയിലെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇന്നത്തെ അനുസ്മരണ ചടങ്ങിൽ ഈ അഭിമന്യുവിനോടൊപ്പം പഠിച്ച കുട്ടികളൊക്കെ തന്നെ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. അതിനുവേണ്ട ഒരുക്കങ്ങൾ, അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അഭിമന്യു വർഗീയവാദികളുടെ കൊലക്കത്തിക്ക് ഇരയാകുന്നത്.
എന്തായാലും അഭിമന്യു ഉയർത്തിയ മുദ്രാവാക്യം ഇന്നും അഭിമന്യുവിൻ്റെ പ്രസ്ഥാനം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പോവുകയാണ്. 6 വർഷങ്ങൾക്കിപ്പുറവും ധീരനായ രക്തസാക്ഷിയായി അഭിമന്യു നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. കീർത്തി സൂചിപ്പിച്ചതുപോലെ ഇന്ന് മഹാരാജാസിൽ വിപുലമായ അനുസ്മരണ പരിപാടികൾ തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അഭിമന്യുവിനോടൊപ്പം പഠിച്ചവരും SFI പ്രവർത്തകരും ഒക്കെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കി വട്ടവടയിലും അനുസ്മരണ പരിപാടികൾ നടക്കുന്നുണ്ട്. എന്തായാലും പ്രസ്ഥാനത്തിൻ്റെ രക്തസാക്ഷിയായി അഭിമന്യു മാറുമ്പോൾ അഭിമന്യു മുന്നോട്ട് വച്ച ആശയം വർഗീയത തുലയട്ടെ എന്ന ധീരമായ ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ്. അവൻ്റെ ഓരോ സ്വപ്നങ്ങളായി അവൻ്റെ പ്രസ്ഥാനം നിറവേറ്റിക്കൊണ്ട് പോവുകയാണ്. അവൻ പറഞ്ഞതുപോലെ, അഭിമന്യു പറഞ്ഞതുപോലെ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ചേച്ചിയുടെ കല്യാണമാകട്ടെ, അതോടൊപ്പം അതിനുശേഷം നാട്ടിൽ വട്ടവടയിലെ ഒരു ലൈബ്രറി, PSC പരിശീലന കേന്ദ്രമൊക്കെ 6 വർഷങ്ങൾക്കിപ്പുറം അതൊക്കെ സഫലമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും അഭിമന്യു ഇന്നും നമ്മുടെ എല്ലാം മനസ്സിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയായി തന്നെ മാറുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്.